Good evening to my children. Dear students, Hi, my dear children. Welcome back to the third episode of the chapter East and the West, the era of exchanges. In previous classes, we have to discuss about the different trade routes in the medieval period, Silk Route and Spice Route, and which were the important cities, the European and the Asian cities, and their peculiarities, and also what were the features of the guild system in Europe. Today we are discussing about the medieval education and art and architecture. Medieval education. What were the features of the medieval education? Eastern medieval education and Western medieval education. Let us discuss about the features of the medieval education in the medieval period. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചും വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്തുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും കിഴക്ക് ഭാഗത്തുള്ള അതായത് ഈസ്റ്റ് ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ആദ്യമായി പടിഞ്ഞാറ് ഭാഗത്തുള്ള അതായത് വെസ്റ്റിലെ വിദ്യാഭ്യാസ രീതി, മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് നമുക്ക് പറയാം. What were the features of medieval education in the European continent? യൂറോപ്പിലെ മെഡീവൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. എഡ്യൂക്കേഷൻ ഓഫ് വുമൺ വാസ് റെസ്ട്രിക്റ്റഡ്. റയർ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ were nuns and the children of the rulers and nobles. അന്ന് യൂറോപ്പിൽ പ്രധാനമായും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീകൾക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുള്ളൂ. അതായത് നൺ എന്ന് പറയുന്നത് നമ്മുടെ മഠങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ, അതുപോലെ ഉയർന്ന വിഭാഗത്തിലുള്ള റൂളേഴ്സിൻ്റെയും നോബിൾസിൻ്റെയും പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും കുട്ടികൾക്ക് മാത്രമേ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുള്ളൂ. എഡ്യൂക്കേഷൻ ഓഫ് വുമൺ വാസ് റെസ്ട്രിക്റ്റഡ്. ഓൺലി they got the nuns and children of the rulers and nobles. The medieval education was not confined to the primary level. പ്രൈമറി ലെവലിൽ മാത്രമല്ല, താഴ്ന്ന വിഭാഗത്തിൽ മാത്രമല്ല, അതുപോലെ താഴ്ന്ന തലത്തിലുള്ള എഡ്യൂക്കേഷൻ മാത്രമായിരുന്നില്ല കിട്ടിയിരുന്നത്. അതായത് ഉയർന്ന തലത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഓൾസോ ബിഗൺ ദ ഫ്ലറിഷ്. ഈ മധ്യ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും വളരെയധികം വളർന്നിരുന്നു. ദ മേജർ സബ്ജക്ട്സ് ടോട്ട് ഇൻ ദ medieval schools were grammar, Latin, astrology, literature, philosophy, mathematics and law of nature. That was the important subjects to taught in the medieval education in Europe. യൂറോപ്പിലെ മെഡീവൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിൽ പ്രധാനമായും അവർ പഠിപ്പിച്ചിരുന്നത് ഗ്രാമർ, വ്യാകരണം, ലാറ്റിൻ ഭാഷ, ആസ്ട്രോളജി, ജ്യോതിശാസ്ത്രം, ലിറ്ററേച്ചർ സാഹിത്യം, ഫിലോസഫി തത്വചിന്ത,
മാത്തമാറ്റിക്സ്, ഗണിതം, ഇങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു പ്രധാനമായും പഠിപ്പിച്ചിരുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഓൾസോ ബിഗൺ ദ ഫ്ലറിഷ്. ഈ കാലഘട്ടത്തിൽ നിരവധി യൂണിവേഴ്സിറ്റികൾ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. Medieval education was confined to the primary level. The education also began to flourish. The main subject of universities in universities, the philosophy, literature, medicine, languages, geometry and law. തത്വചിന്തയും സാഹിത്യവും മെഡിക്കൽ വിദ്യാഭ്യാസവും വൈദ്യശാസ്ത്രം, വ്യത്യസ്ത ഭാഷകൾ, ജാമിതീയ രൂപങ്ങൾ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നു. The several universities were established in Europe 11th and 12th centuries. 12th, 11th, 12th നൂറ്റാണ്ടുകളിൽ നിരവധി യൂണിവേഴ്സിറ്റികൾ അന്ന് യൂറോപ്പിൽ ഉയർന്നു വന്നു. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ ഒരു യൂണിവേഴ്സിറ്റി, വൺ ഓഫ് ദ വേൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റീസ്, ബലോഗ്ന യൂണിവേഴ്സിറ്റീസ് ഇൻ ഇറ്റലി. ഒന്നാമത്തെ ബലോഗ്ന യൂണിവേഴ്സിറ്റിയാണ്. ബലോഗ്ന യൂണിവേഴ്സിറ്റി ഇൻ ഇറ്റലി. സെക്കൻഡ് വൺ കോൺസ്റ്റാന്റിനോപ്പിൾ യൂണിവേഴ്സിറ്റി ഇൻ തുർക്കി. തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമത്തെ ഒരു പ്രധാന യൂണിവേഴ്സിറ്റി. പാരീസ് യൂണിവേഴ്സിറ്റി ഇൻ ഫ്രാൻസ് ആൻഡ് ഓക്സ്ഫോർഡ് ആൻഡ് കാംബ്രിഡ്ജ്, വേൾഡ് ഫേമസ് ആയിട്ട് ഇന്ന് വളരെയധികം പ്രസിദ്ധി ആർജിച്ച രണ്ട് യൂണിവേഴ്സിറ്റികളാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഇംഗ്ലണ്ടിൽ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ചിത്രം ആണിത്. Another university is a Cordova Universities is established by the Arabs in Spain. സ്പെയിനിലെ മറ്റൊരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. അറബികൾ സ്ഥാപിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. സോ പെക്യുലാരിറ്റീസ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ, one of the important features the university is the library which had thousands of manuscripts. ആയിരക്കണക്കിന് മാനുസ്ക്രിപ്റ്റ്സുകൾ, കയ്യെഴുത്ത് പ്രതികൾ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു കോർഡോവ യൂണിവേഴ്സിറ്റി. കോർഡോവ യൂണിവേഴ്സിറ്റി established by the Arabs. So one of the importance of Cordova University was thousands of manuscripts in that library. Okay, and universities provide the several languages study facilities to learning the several languages, Greek, Syriac, Persian and Sanskrit. സംസ്കൃതം, ഗ്രീക്ക്, സിറിയ തുടങ്ങിയ ഭാഷകൾ പഠിക്കാനുള്ള ഒരു സൗകര്യം ആ യൂണിവേഴ്സിറ്റികളിലുണ്ടായിരുന്നു. ഏത് യൂണിവേഴ്സിറ്റി? കോർഡോവ യൂണിവേഴ്സിറ്റി. Arabic version of books originally written in these languages was available the library in the university. അറബിക് വേർഷൻ, ലോകപ്രസിദ്ധമായ പല പുസ്തകങ്ങളുടെയും അറബിക് വേർഷൻസ് ആ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ. വാട്ട് വെർ ദ പെക്യുലാരിറ്റീസ് ഓഫ് കോർഡോവ യൂണിവേഴ്സിറ്റി ഇൻ സ്പെയിൻ? സ്പെയിനിലെ കോർഡോവ യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? one of the important university in West, so thousands of manuscripts available in that library, and universities provide the facilities for the learning language such Greek, Syria and Persian, Sanskrit. Arabic version of books originally written in these languages available in the library. അറബിയിൽ എഴുതപ്പെട്ട ഒറിജിനൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ, യഥാർത്ഥത്തിൽ അറബിയിൽ എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതികൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. These were the important features of the medieval education in the West. വെസ്റ്റിലെ മെഡീവൽ എഡ്യൂക്കേഷൻ്റെ സവിശേഷതയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. What were the features of medieval education in the West?
വെസ്റ്റിലെ എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നത് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. എഡ്യൂക്കേഷൻ ഓഫ് ദ വുമൺ വാസ് റെസ്ട്രിക്റ്റഡ്. വളരെ ചുരുങ്ങിയ സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പഠനം കിട്ടിയിരുന്നുള്ളൂ, അറിവ് ലഭിച്ചിരുന്നു. എസ്പെഷ്യലി നൺസ് ആൻഡ് ചിൽഡ്രൻസ് ഓഫ് റൂളേഴ്സ് ആൻഡ് നോബിൾസ്. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പെൺകുട്ടികൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. അതുപോലെ കന്യാസ്ത്രീകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ലഭിച്ചത്. അത് വെസ്റ്റിലെ കാര്യമാണ്. Then let us discuss about the Eastern education. ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ദ അഡ്വാൻസ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഓഫ് സെൻട്രൽ ഏഷ്യയിലെ ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ. അഡ്വാൻസ്മെൻറ്റ് എഡ്യൂക്കേഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ഇൻ യൂറോപ്പിലെ പോലെ ആയിരുന്നില്ല ഈസ്റ്റിലെ എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മക്തബ്സ് were started the അതോറിറ്റി, ദ റൂളേഴ്സ്. അവിടുത്തെ രാജാക്കന്മാർ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്തബുകൾ എന്ന് പറയപ്പെടുന്ന പ്രത്യേക സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തു. മദ്രസ എന്നൊക്കെ പറയുന്ന മക്തബുകൾ. അബ്ബാസിഡ് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അവിടെ മക്തബുകൾ തുടങ്ങി. പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മക്തബ് സ്റ്റാർട്ട് ചെയ്തു. They were the facilities for the women in education. അറബ് എംപയറിൻ്റെ കാലഘട്ടത്തിൽ, അബ്ബാസിഡ് ഖലീഫമാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യമുണ്ടായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അറബികളുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. They were the facilities where the women education in the Arab Empire. Ladies were given the opportunity to become the teachers, the attaining degree of ijaz. സ്ത്രീകളായ അധ്യാപികമാർ, ടീച്ചേഴ്സ്, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കോഴ്സ് അവർ ആരംഭിച്ചിരുന്നു. അതിൻ്റെ പേര് ഇജാസ് എന്നായിരുന്നു. ഇജാസ്. 6 to 14 years were educated. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൻട്രൽ ഏഷ്യ. ഇതെല്ലാം വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഫേമസ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ബാഗ്ദാദ് ഇൻ ഇറാഖ്, ഡമാസ്കസ് ഓഫ് സെൻട്രൽ ഏഷ്യ, സിറിയയിലെ യൂണിവേഴ്സിറ്റി. വേൾഡ് ഫേമസ് ആയിട്ടുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് അൽ അസർ യൂണിവേഴ്സിറ്റി, ഈജിപ്റ്റ്. ഇതൊക്കെ സെൻട്രൽ ഏഷ്യയിലെ അറബികൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അറബികൾ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികളാണ്. അബ്ബാസിഡ് ഖലീഫിൻ്റെ കാലഘട്ടത്തിൽ. അൽ അസർ യൂണിവേഴ്സിറ്റി ഇൻ യൂറോപ്പ്. എഡ്യൂക്കേഷൻ ഫാർ ഈസ്റ്റ് മെഡീവൽ. ഇനി അടുത്തതായി പറയുന്നത് ഫാർ ഈസ്റ്റിൽ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം കിട്ടിയിരുന്നത് എന്നുള്ളതാണ്. ഇൻ ചൈന, schools were established at various places in China. This was based on the conviction that along with the development of an individual, education benefits the family as well as the nation. വിദ്യാഭ്യാസ രംഗത്ത് ചൈനയിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തവരായിരുന്നു ചൈനീസ് ഗവൺമെൻറ്, ചൈനയിലെ റൂളേഴ്സ് എന്ന് പറയുന്ന ഭരണാധികാരികൾ. വളരെ പണ്ട് മുതൽ തന്നെ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അതിൽ പ്രാധാന്യം അവർ മുൻതൂക്കം നൽകിയത്, ഒരു ഇമ്പോർട്ടൻസ് നൽകിയത് എന്തായിരുന്നു? ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഡെവലപ്മെൻറ്റ്സാണ് ഇൻഡിവിജ്വൽ വ്യക്തിത്വ വികസനം, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങൾ കുടുംബത്തിൽ എങ്ങനെ എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ ചൈനയിലെ ഭരണാധികാരികൾ, ചൈനയിലെ റൂളേഴ്സ് കാണും. ലേണിംഗ് സ്റ്റാർട്ടഡ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ഏജ് ഓഫ് 6 ഇൻ ചൈന. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വിദ്യാലയത്തിൽ അയച്ചിരിക്കണം എന്നുള്ള ഒരു നിബന്ധന അന്ന് അവിടെ വെച്ചിരുന്നു. 6 വയസ്സ് മുതൽ പഠനം ആരംഭിച്ചു. മെജോറിറ്റി ഓഫ് സ്കൂൾസ് നോളജ് ഇസ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ടീച്ചർ. ഭൂരിഭാഗം സ്കൂളും ഒറ്റ അധ്യാപകന്മാരായിരുന്നു. സിംഗിൾ ടീച്ചർ, ഒരു അധ്യാപകരായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അത് ചൈനയിൽ ഒരു പ്രത്യേകതയായിരുന്നു. മൊണാസ്ട്രീസ് ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ
അവിടെയായിരുന്നു പ്രധാനമായും പഠനം ചൈനയിൽ നടന്നിരുന്നത്. അടുത്തത് ഇന്ത്യയിലെയാണ്. എഡ്യൂക്കേഷൻ മിഡീവൽ ഇന്ത്യ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി ഗുരുകുല സിസ്റ്റം, വേർ ദ സ്റ്റുഡൻസ് ലിവ്ഡ് ദ ടീച്ചർ ആൻഡ് പ്രൊവൈഡർ. ടീച്ചറുടെ വീട്ടിൽ പോയി പഠനം നടത്തുന്ന ഒരു രീതിയാണ് ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത്. ഗുരുകുല സിസ്റ്റം വേർ പ്രൊവൈഡ് ഇൻ ഇന്ത്യ, സ്റ്റുഡൻസ് ലിവ്ഡ് ദ ടീച്ചർ ഇൻ ദർ ഹോം. The Buddhist philosophy compulsory subject to the school of attack. ബുദ്ധിസ്റ്റ് വിഹാരങ്ങളിലൊക്കെ നിർബന്ധമായും ബുദ്ധ മതത്തിൻ്റെ തത്വങ്ങളൊക്കെ പഠനം നടത്തിയിരുന്നു. ദെൻ എഡ്യൂക്കേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചാണ് അടുത്തായി പറയുന്നത്. മെനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റാച്ച്ഡ് ടു ദ ടെമ്പിൾ പ്രിവൈൽഡ്. അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു വിദ്യാലയങ്ങൾ അന്നുണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യയിൽ. അതിന് ഉദാഹരണമാണ്, എക്സാമ്പിളാണ് കാന്തല്ലൂർ ശാല, വലിയ ശാല. ഈ വിദ്യാലയങ്ങളൊക്കെ അമ്പലങ്ങളുമായ ടെമ്പിൾ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ഇൻ ദ മിഡീവൽ എഡ്യൂക്കേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ, ഇതിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളൊരു എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ അവരുള്ളൊരു കൈമാറ്റം ഇങ്ങനെയൊക്കെയാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ.